ശ്രീ ജോർജ് പുടിപാറ, ഇപ്പോൾ ഈ വയനാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന AICC നിർദ്ദേശപ്രകാരം നടന്ന അവിടുത്തെ ഒരു യോഗത്തിൽ, പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം, ആരുടെ നേതൃത്വത്തിൽ വേണമെന്നൊരു ചർച്ച നടന്നു. അപ്പോൾ അത് VD സതീശനെ നിർദ്ദേശിക്കുന്നു. ആ സമയത്ത് ചില KPCC സെക്രട്ടറിമാർ പ്രശ്നമുണ്ടാക്കുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങൾ എന്തിനാണ് എന്ന ചോദ്യമുയരുന്നു. അതിനുശേഷം AICC തന്നെ നിർദ്ദേശിച്ചിട്ടാണ് ആ തെരഞ്ഞെടുപ്പുകളുടെ ചുമതല VD സതീശനെ ഏൽപ്പിക്കുന്നത്. അത് ഭംഗിയായി നിറവേറ്റുകയും ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയമുണ്ടാകുകയും ചെയ്തു. അപ്പോൾ തെരഞ്ഞെടുപ്പുകൾ വിജയിപ്പിക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്നൊരു പേരുണ്ടാക്കാൻ VD സതീശന് കഴിഞ്ഞിരിക്കുന്നു. അതിലുള്ള ഒരു കൊതിക്കെറിവാണോ ഇപ്പോൾ ചില നേതാക്കളുടെ പ്രതികരണങ്ങളായി വരുന്നത്? കാരണം അത് 2026 ഒരു ചൂണ്ടുപലകയാകുമോ എന്നുള്ള ആശങ്ക. സ്മൃതി വളരെ കൃത്യമായിട്ട് സ്മൃതി മർമ്മത്തിലാണ് തൊട്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതാണ് ഏറ്റവും പർട്ടിനന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ VD സതീശൻ എന്ന് പറയുന്ന ആളെ വിമർശിക്കുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം സ്വയംഭൂവായിട്ട് ഈ സ്ഥാനത്തേക്ക് വന്നതല്ല. ഇപ്പൊ നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ ചില കാര്യങ്ങളോട് വിയോജിക്കേണ്ടി വരുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തെക്കുറിച്ച്, കരുണാകരന്റെ കാലഘട്ടത്തെക്കുറിച്ച്, രമേശ് ചെന്നിത്തലയുടെ കാലഘട്ടത്തെക്കുറിച്ച്, അങ്ങനെയുള്ള പഴംപുള്ളിയുടെ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ ഗ്രഹാതുരതയോടെ ഓർക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഇനി തിരിച്ചു വരാത്തവരാണ്. കേരളത്തിൽ ഇനി നിലവിലുള്ള നേതാക്കളിൽ നിന്ന്, നിലവിലുള്ള കോൺഗ്രസ് താഴ്ത്തും അല്ലെങ്കിൽ പല തട്ടിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കുന്ന ആളുകളെ കണ്ടെത്താനേ കഴിയുള്ളൂ. ഇനി ഇങ്ങനെ തിരിച്ചു വരാത്തവണ്ണം മറഞ്ഞുപോയ മനുഷ്യരെ ഓർത്തിട്ട് കോൺഗ്രസിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അവരൊരു പ്രചോദനമാണ്, അവരൊരു എന്താ പറയാ മാർഗദർശനമാണ്. പക്ഷെ അതിനപ്പുറത്ത് അവരുടെ സാന്നിധ്യം ഇനി ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വലിയ നേതാക്കൾ KPCC പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലാണല്ലോ LDF രണ്ടാം തവണയും അധികാരത്തിൽ വന്നത്. സാധാരണ കേരളത്തിന്റെ ചരിത്രത്തിൽ നമുക്കറിയാം, ഒരു തവണ LDF വന്നാൽ അടുത്ത തവണ UDF അധികാരത്തിൽ വരുന്നതാണ് ഇവിടുത്തെ പതിവ്. പക്ഷെ സാക്ഷാൽ രമേശ് ചെന്നിത്തല അങ്ങ് പറയുന്ന വലിയ നേതാവ്, എല്ലാവരും പാൻ കേരള പ്രതിച്ഛായുള്ള രമേശ് ചെന്നിത്തലയുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ഒക്കെയാണ് അന്ന് EM സുധീറിനും ഒക്കെ KPCC പ്രസിഡന്റുമാരായിരുന്നു. ഇവരൊക്കെ ഈ പദവികൾ വഹിച്ച കാലത്താണ് UDF രണ്ടാം തവണയും ഭരണത്തിൽ നിന്ന് പുറത്തുപോയത്. അന്ന് ഈ VD സതീശന് എന്താ കിട്ടിയിരിക്കുന്നത്, നമ്മൾ അതും കൂടി ആലോചിക്കണമല്ലോ. അദ്ദേഹം ഒരു MLA ആയതിനപ്പുറത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും പദവികൾ മുമ്പ് കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹം ഒരു മന്ത്രി ആയിട്ടുണ്ടോ? അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിട്ടുണ്ടോ? ഇപ്പൊ ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന K മുരളീധരൻ, അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നു, മന്ത്രിയായിരുന്നു, അങ്ങനെ എത്രയോ പദവികൾ അദ്ദേഹത്തെ തേടിയെത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി വരെ എത്തി, അദ്ദേഹം എത്രയോ പദവികൾ വഹിച്ചു. ഇനി സാക്ഷാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി അല്ലാത്ത എല്ലാ പദവികളും കോൺഗ്രസിൽ വഹിച്ചവരാണ്. ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുള്ള ഒരാളാണോ VD സതീശൻ? അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഹൈക്കമാൻഡ് തന്നെ തീരുമാനിക്കുന്നു, കേരളത്തിലെ പാർട്ടിക്ക് ഒരു പുതിയ ശൈലി വേണം, കുറെ കൊണ്ട് ഡൈനാമിക് ആയിട്ടുള്ള ഒരു എന്താ പറയാ, പാർട്ടിക്ക് ഡൈനാമിസം വേണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ചാക്കിയതാണ്. പക്ഷെ അദ്ദേഹം റിസൾട്ട് ഉണ്ടാക്കിയില്ലേ? അദ്ദേഹം ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഏൽപ്പിക്കുന്ന ജോലി അദ്ദേഹം വൃത്തിയായി ചെയ്യുന്നു. നിയമസഭയിൽ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നു. അവര് ട്രഷറി ബെഞ്ചുകളെ പലപ്പോഴും നിരായുധരാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പുകളിൽ തൃക്കാക്കര മാത്രമല്ലല്ലോ, ഇപ്പൊ ഏറ്റവും ഒടുവിൽ പാലക്കാട് വരെ അദ്ദേഹത്തിന്റെ വിജയം. ബാക്കിയുള്ളത് നമുക്ക് പറയാം, അത് ഉറച്ച മണ്ഡലങ്ങളാണെന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെയൊന്നും വെറുതെ തളികയിൽ വെച്ച് കിട്ടിയ വിജയമല്ല. കൃത്യമായ തെരഞ്ഞെടുപ്പ് ആസൂത്രണമുണ്ട്, കോർഡിനേഷനുണ്ട്, ആരെ എവിടെയൊക്കെ വിന്യസിക്കണമെന്ന് അദ്ദേഹത്തിനറിയാം, എന്താണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിനറിയാം. അപ്പൊ ഹോംവർക്ക് ചെയ്ത് കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുക. ഈ അടുത്ത കാലത്ത് ഒറ്റ പോയിന്റ് കൂടി സ്മൃതി, ഒരൊറ്റ പോയിന്റ് കൂടി, ഈ സമീപകാലത്ത് നമ്മുടെ പല നേതാക്കൾക്കും ഇല്ലാത്തൊരു കുഴപ്പം എന്താ? കാര്യങ്ങൾ പഠിക്കുന്നില്ല, വായിക്കുന്നില്ല, പുതിയ അറിവുകൾ തേടുന്നില്ല. VD സതീശൻ സമീപകാലത്ത് അദ്ദേഹത്തിന്റെ ചില ഏറ്റവും ഒടുവിൽ ഈ മുനമ്പം വിഷയം കത്തി നിൽക്കുമ്പോഴാണ് അദ്ദേഹം ചങ്ങനാശ്ശേരി രൂപതയിൽ നടത്തിയ പ്രസംഗങ്ങൾ. അദ്ദേഹത്തെയാണ് മുഖ്യാതിഥിയായി ക്ഷണിച്ചത്. നമ്മൾ ആരെങ്കിലും വിചാരിച്ചിരുന്നാണ്? കൂവക്കാടിന്റെ സ്വീകരണ യോഗത്തിലെ മുഖ്യ പ്രഭാഷണം അദ്ദേഹത്തിൻ്റെതായിരുന്നു. അങ്ങനെ എത്രയോ യോഗങ്ങളിൽ അദ്ദേഹം സംസാരിക്കുന്നു, പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഫോർട്ടൂസിന്റെ പോലെയുള്ള യോഗങ്ങളിൽ അദ്ദേഹം. അങ്ങനെ ഒരാളെ നമ്മൾ സമീപകാലത്ത് കണ്ടിട്ടുണ്ടോ? നിൽക്കുന്നവരുടെ വൃത്തം വലുതാക്കിയില്ലെങ്കിൽ എതിർചേരിയും ശക്തിപ്പെടും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അത്തരം പ്രതികരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ തമ്മിലുള്ള സംഘർഷമാണ്. ശ്രീ പ്രകാശിലേക്കും കൊച്ചുകുടിയിലേക്കും വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.